ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ പച്ചമാങ്ങേൻ്റെ മേലെ ഒന്ന് കിടന്ന് മല്ലിടാന്ന് വിചാരിച്ച് അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് വാടി കിട്ടിയാൽ നമുക്ക് അച്ചാറുണ്ടാക്കി ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ പിള്ളേർക്ക് കൊടുത്തിടാലോ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞു, ഒരു കല്യാണം ഉണ്ട്, അമ്പലക്കല്യാണമാണ്, കുളിച്ചോ മാറ്റിക്കോന്ന്. പിന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും മണ്ഡപത്തിൽ ചെക്കനും പെണ്ണൊന്നുമില്ല. ചെക്കനും പെണ്ണൊക്കെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിലുവിൻ്റെ ഉടുപ്പ് എത്ര വലിച്ചിട്ടും കിലു മേലോട്ട് തന്നെ വലിച്ച് കയറ്റിയാണ്. അതിൻ്റെ കൈ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ആട്ടോ രസം. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ വെച്ചിട്ട് കിലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സഫേനെ. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആള്. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു വിട്ടാൽ നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് സദ്യ അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ചേച്ചി മോളെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ചേച്ചി. സദ്യ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ കുടുവും കിലും ഒരു പട പിള്ളേരുമായിട്ട് വരുന്നുണ്ട്. നിറയെ പൂവുണ്ട്. എവിടെന്നാ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എൻ്റെ ദൈവമേ. എന്നിട്ട് അതൊന്നും ഒരെണ്ണം എനിക്ക് നീട്ടിയിട്ട് പറയുകയാണ് ഹാപ്പി മദേഴ്സ് ഡേ എന്ന്. ഞാൻ അങ്ങോട്ട് സർപ്രൈസ് ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ നമ്മളത് ആ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കിലുവിൻ്റെ കുടുംബ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്, സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ടാറ്റാ.